വെൽക്കം ടു ഇഗ്നോ പോയിൻ്റ്. സോ ഇന്നത്തെ പ്രോഗ്രാം ഡീകോഡ് സെഷനിൽ നമ്മൾ ഡീകോഡ് ചെയ്യുന്ന കോഴ്സ് മാസ്റ്റർ ഓഫ് സയൻസ് ഹോം സയൻസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ മാനേജ്മെൻറ്റ് എന്ന MSc കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സോ ഇതൊരു MSc കോഴ്സ് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഈ ഹോം സയൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ്റെ അഥവാ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണിത്. സോ ഈ കോഴ്സിൽ വരുന്ന സബ്ജക്ട്സ് എന്താണ്, ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. ഓക്കെ, സോ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ഇഗ്നോ കൃത്യമായിട്ട് രണ്ട് ലേണിംഗ് ഒബ്ജക്റ്റീവ്സും പ്രോഗ്രാമിൻ്റെ ഔട്ട്കംസ് 4 ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി നിങ്ങൾ ഹോം സയൻസ് ഓറിയൻറ്റഡ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസും നോളേജും ഒക്കെ ഡെഫിനറ്റായിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു MSc കോഴ്സാണിത്. ഓക്കെ, ടാർഗറ്റ് ഗ്രൂപ്പ് ആരാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോം സയൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സയൻസ്, സോഷ്യൽ സയൻസ്, ബിഹേവിയറൽ സയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സയൻസ് ഡിസിപ്ലിനിൽ നിന്നൊക്കെ ഗ്രാജുവേഷൻ പൂർത്തിയായവരും ഈ ഹോം സയൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ അക്കാഡമിക് ആയിട്ടുള്ള ഫീൽഡിലോ റിസർച്ചേഴ്സ് ആയിട്ടോ ഓഫീസേഴ്സ് ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു കോഴ്സായിരിക്കും ഇത് എന്ന് ഇഗ്നോ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡിഗ്രി ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൃത്യമായിട്ട് പാസ്സായ ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇഗ്നോയിലെ MSc ഹോം സയൻസിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇഗ്നോയിലെ ഈ MSc ഹോം സയൻസിൻ്റെ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് MSc HSC എന്നുള്ള പ്രോഗ്രാം കോഡാണ്. ഇനി ഇഗ്നോയിൽ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്സിനെല്ലാം നമുക്ക് കോഴ്സസ് എന്ന് പറയാൻ പറ്റും. സോ ആ കോഴ്സസിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു കോഡും ആ സബ്ജക്റ്റിൻ്റെ പേര് അഥവാ കോഴ്സ് ടൈറ്റിലും ഇഗ്നോ ഒരു ലിസ്റ്റായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുക. അസൈൻമെൻറ്റ്സ് ആണെങ്കിലും നമ്മുടെ എക്സാംസ് ആണെങ്കിലും എല്ലാം നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും എഴുതേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇഗ്നോയിൽ കുറേ കോഴ്സസിന് ഹിന്ദി മീഡിയം, തമിഴ് മീഡിയം ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കോഴ്സിന് ഇംഗ്ലീഷാണ്. പിന്നെ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരു ലേണർ ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റായിട്ടും ഹിന്ദിയേക്കാളുപരി ഇംഗ്ലീഷിലായിരിക്കുമല്ലോ എക്സാം എഴുതുന്നത്. സോ ഇവിടെ ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ആയിട്ടാണ് ഈ കോഴ്സ് വരുന്നത്. സോ 2 വർഷത്തെ കോഴ്സാണ്. ആൻഡ് ഇഗ്നോയിൽ നിങ്ങൾക്കറിയാം 2 വർഷം എന്ന് പറഞ്ഞാൽ മിനിമം ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കണമെങ്കിലാണ്. ഇനി മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 വർഷത്തിലധികമാണ്. കാരണം ചേരുന്ന ഒട്ടനവധി ആളുകൾ ഒരു റെഗുലർ യൂണിവേഴ്സിറ്റിയിൽ ഒരുപക്ഷെ അവരുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റു പല എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ പോയി പഠിക്കാൻ സാധിക്കാത്തവരാണ്. സോ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ലേണിംഗ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് മിനിമം ഡ്യൂറേഷൻ അല്ല മാക്സിമം ഡ്യൂറേഷൻ എന്ന രീതിയിൽ ചിലപ്പോൾ 2 വർഷത്തെ കോഴ്സ് 4 വർഷം വരെയൊക്കെ പേപ്പേഴ്സ് എഴുതിയെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇഗ്നോ കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ടൈറ്റിൽ ഓഫ് ദി കോഴ്സും കോഴ്സ് കോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്സിൽ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, മീഡിയ ഇൻ ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്, പ്രോഗ്രാം പ്ലാനിങ് ആൻഡ് ഇവാലുവേഷൻ, പിന്നെ പാർട്ടിസിപ്പേറ്ററി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. അതേപോലെ തന്നെ നമുക്കൊരു പ്രൊജക്റ്റ് കോഴ്സ് വരുന്നുണ്ട്. അത് ഫീൽഡ് പ്രൊജക്റ്റ് ഇൻ ഹോം സയൻസ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ബേസ്ഡ് പ്രോഗ്രാമാണ് അഥവാ ഒരു കോഴ്സാണ്. സോ അതിൻ്റെ കോഴ്സ് കോഡ് MHCP 001. അപ്പോൾ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ MHCP 001 എന്ന ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഹാൻഡ് ബുക്കാണ് വായിക്കേണ്ടത്. സോ അതൊരു കാര്യം. അതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കോഴ്സസ് തന്നിട്ടുണ്ട്. ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അപ്പോൾ നിങ്ങൾക്കൊരു റൂറൽ സെക്ടറിലാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹം, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം എന്ന് വിചാരിച്ച് വേണമെങ്കിൽ ആ ഒരു പേപ്പർ എടുക്കാം. അഥവാ ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് പഠിക്കണമെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. അത് തിയറി പേപ്പറാണ്. അവിടെ മാത്രം നമുക്കൊരു ചോയ്സ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഇനി 1 വർഷം കഴിയുമ്പോൾ ഈ 1 വർഷത്തെ സബ്ജക്ട്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സിറ്റ് ഓപ്ഷൻ എടുക്കാം. അങ്ങനെ ഫസ്റ്റ് ഇയറിൻ്റെ പേപ്പേഴ്സ് എല്ലാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് പോകാൻ താല്പര്യമില്ല, അപ്പോൾ തന്നെ നിങ്ങൾ എക്സിറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് PG ഡിപ്ലോമ ഇൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുക. അതൊരു PG ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഇനി സെക്കൻഡ് ഇയറിലാണെങ്കിൽ ഇപ്പോൾ നോർമലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് പോകും. ഇപ്പോൾ നിങ്ങൾ ജൂലൈ 2026 അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ 1 വർഷം എന്ന് പറയുമ്പോൾ അടുത്ത ജൂൺ 2027 ആകുമ്പോഴായിരിക്കും 1 വർഷം. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ എക്സാംസ് വരിക. അതേ സമയത്ത് തന്നെ നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. അതിനെ റീ രജിസ്ട്രേഷൻ എന്നാണ് പറയുക. സോ അവിടുന്ന് നമ്മുടെ സെക്കൻഡ് ഇയർ സ്റ്റാർട്ടാവും.
ഓക്കെ, സോ സെക്കൻഡ് ഇയറിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു പ്രൊജക്ട് കോഴ്സ് ഉണ്ട്. അത് MHCP002 ആണ്, റിസർച്ച് പ്രൊജക്ട് ഇൻ ഹോം സയൻസ്. എഗെയിൻ അതിൻ്റെ ഒരു ഹാൻഡ് ബുക്ക് ഇഗ്നോയുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. അതിൽ എല്ലാ ഗൈഡ് ലൈൻസും ഉണ്ടായിരിക്കും. ഇനി പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ പ്രൊജക്റ്റ് വർക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അഥവാ നിങ്ങൾക്ക് പേഴ്സണലി ഡീറ്റെയിൽസ് അറിയണം, അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണം, ഇഗ്നോയുടെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ്ലി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് 95 62 63 64 69 എന്ന നമ്പറാണ്. സോ ഐ തിങ്ക് ഇത് ചിലപ്പോൾ വിസിബിൾ അല്ല, അതുകൊണ്ട് 95 62 63 64 69 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കൂടി നോക്കാം. സോ സെക്കൻഡ് ഇയറിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സയൻസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, മാനേജ്മെൻറ്റ് ഓഫ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, പിന്നെ സോഷ്യൽ ആൻഡ് ബിഹേവിയർ ചേഞ്ച്, റിസർച്ച് മെത്തേഡ്സ് ഇൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ മാനേജ്മെൻറ്റ്. പിന്നെ നമ്മൾ നേരത്തെ ഓൾറെഡി രണ്ടാമത്തെ വർഷവും ഒരു പ്രൊജക്റ്റ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രൊജക്റ്റ് വർക്കിൻ്റെ കേസാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ വർഷത്തെ ആ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഫീൽഡ് പ്രൊജക്റ്റാണ്, ഇത് റിസർച്ച് പ്രൊജക്റ്റാണ്. ഇനി MEDA 051 എന്നും MHC 009 എന്ന് പറഞ്ഞ് 2 കോഴ്സസ് എഗെയിൻ തിയറി പേപ്പേഴ്സാണ്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സെക്കൻഡ് ഇയറിലും അവൈലബിൾ ആണ്. ഇങ്ങനെ 2 വർഷത്തെ കോഴ്സ് പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷമായിട്ട് 40 ക്രെഡിറ്റ്സ് ആണ് പൂർത്തീകരിക്കപ്പെടുക. അങ്ങനെ ടോട്ടൽ 80 ക്രെഡിറ്റ്സ് ആണ് 2 ഇയർ കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും MSc ഹോം സയൻസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാനും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനും സാധിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ സബ്ജക്ട്സും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെൻഷൻ ചെയ്യാനുള്ളത്. ഇനി ഈ കോഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്. ഇഗ്നോയുടെ അഡ്മിഷൻ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ കോഴ്സസ് സെലക്ട് ചെയ്യണം, എന്നായിരിക്കും എക്സാംസ് വരിക, അസൈൻമെൻറ്റ്സ് വരിക, എനിക്ക് മിനിമം ഡ്യൂറേഷനിൽ ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ എക്സാംസും കാര്യങ്ങളും പ്ലാൻ ചെയ്യണം, എങ്ങനെയാണ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പഠിക്കേണ്ടത്, അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ വാട്സപ്പ് നമ്പറിൽ വളരെ ലെങ്തി ആയിട്ട് മെസ്സേജസ് പലർക്കും മലയാളത്തിൽ എഴുതിയാലും ഇംഗ്ലീഷിൽ എഴുതിയാലും ചിലപ്പോൾ കാര്യം കൺവേ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങളൊരു വോയിസ് നോട്ടായിട്ട് അയയ്ക്കുക. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഡൗട്ട്, അത് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു കഴിഞ്ഞാലും നമ്മളത് കേട്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 24 hours നമ്മൾ റിപ്ലൈ തരും. നമ്മൾ കണ്ടാൽ അപ്പം തന്നെ റിപ്ലൈ തരുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിലവിൽ August 16th വരെയാണ് അഡ്മിഷൻ സെഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അടുത്ത വർഷം, ഈ വർഷം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കാം. സോ ഞാനിപ്പോൾ July 2026 അഡ്മിഷൻ സെഷൻ നിലവിൽ ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് August 16th വരെയാണ് ഉള്ളത്. അത് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ആയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പോൾ ക്ലോസ് ആയേക്കാം. ഇത് തന്നെയാണ് MSc കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. താങ്ക് യു.